ഹായ് ഗായ്സ്, ഇന്ന് അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ദക്ഷമോളുടെ അംഗനവാടിയിലത്തെ ചെന്നത് ഞാൻ പൂക്കൾ നേരാക്കാൻ വേണ്ടി തുടങ്ങി, പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ദക്ഷമോളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ റെഫർ ചെയ്ത പിക്ക് ഇതാണ്. ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഡിസൈൻ ഇങ്ങനെയായി. അപ്പോൾ ഇതാണ് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. പരമാവധി പൂക്കൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുട്ടികളുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം അതൊക്കെ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം പൂക്കളൊക്കെ ആയിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടേക്കണത്. എനിക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കണം, ഇതിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2-3 ദിവസമായിട്ട് ഞാൻ പനിയും വയ്യാതെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഫോട്ടോസ് എടുക്കണത്. ഇത് ദച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ആദി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി ചേച്ചി. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് പൂക്കളൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അമ്മമാർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളെയും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അതിനുശേഷം കുറച്ച് പരിപാടികളൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ട് തൊടുക, ചെറിയ രീതിയിലൊരു കസാരക്കളി പോലെയൊക്കെ കുട്ടികളെ കൊണ്ട്, പിന്നെ ഓട്ട മത്സരം, അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ടീച്ചറും അവിടുത്തെ വർക്കറും പിന്നെ കുട്ടികളും കേട്ടോ. ഒരു 2 ആളും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഫുള്ളായിട്ട് എല്ലാവരും കൂടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്നൊക്കെ എടുത്തു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ നിന്നിട്ടും പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്മമാരിങ്ങനെ സെറ്റ് സാരി എടുത്ത് വന്നിട്ടില്ല ആൾക്കാരെല്ലാവരും അങ്ങനെ എടുത്തു. പിന്നെ ഒരു ചേച്ചി ഇങ്ങനെ സെറ്റ് സാരി ഉടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു, അങ്ങനെ പോയി. പെട്ടെന്ന് റെഡിയായി ചെന്നതാണ്. ഞങ്ങൾ പറ്റണ പോലെ ഞങ്ങൾ ചെറിയൊരു തിരുവാതിരക്കളി അവിടെ നിന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളിച്ചു കേട്ടോ. തിരുവാതിരക്കളി എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഞങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടില്ല, 5 മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, 2 മിനിറ്റ് കിടന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളൊരു തിരുവാതിരക്കളി. പാട്ട് സെലക്ട് ചെയ്തു, ജസ്റ്റ് ഞങ്ങൾ ആ സ്റ്റെപ്പ് 1 ടൈം ഒന്ന് കാണിച്ചു കൊടുത്തു. അടുത്തത് ഞങ്ങൾ പ്ലേ ചെയ്ത് കളിച്ച്, ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിച്ചു. അങ്ങനെ ഇന്നലെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ വയ്ക്കുന്നില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങളുടെ സുന്ദരി അവിടെ ഇരിക്കുന്നുണ്ടോ, അമ്മയും കുട്ടിയും കൂടെ, അതാട്ടോ ഞങ്ങളുടെ സുന്ദരി. അതിലാണ് ഞങ്ങൾ പൊട്ടൊക്കെ വെച്ചത്. അങ്ങനെ ചെറിയൊരു അംഗനവാടിയാണ്, പക്ഷേ ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും ഭയങ്കര കോർഡിനേറ്ററായിട്ട് അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ടീച്ചർ ഉണ്ടാവുക കാരണം കൊണ്ടാട്ടോ ഞങ്ങൾ അമ്മമാർക്ക് ഇങ്ങനൊരു അവസരം കിട്ടണത്. കാരണം ടീച്ചർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അമ്മമാർക്കൊക്കെ അംഗനവാടി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്കൂൾ ടൈം കോളേജ് ടൈമൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ് അവിടെ നിന്ന് കിട്ടുക. നമ്മളൊരു സ്കൂളിൽ പോണ ഫീലിംഗാണ്. അപ്പോൾ നല്ല ടീച്ചറാണ് കേട്ടോ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അവിടുത്തെ ഹെൽപ്പറാണെങ്കിലും അടിപൊളിയാണ്. കുട്ടികളെ നോക്കണേ നമുക്കൊരു ടെൻഷൻ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ നോക്കില്ല അതേപോലെയാണ് അവിടെ കുട്ടികളെയൊക്കെ നോക്കുക. അപ്പോൾ ഞങ്ങളുടെ അമ്മമാരുടെ വകയും കുട്ടികളുടെ വകയും അംഗനവാടിയുടെ പേരിലും എല്ലാവർക്കും ഓണാശംസകൾ.